ആയിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും നമ്മുടെ ഒരു കഷ്ടകാലത്ത് നമ്മുടെ ഒപ്പം നിൽക്കുന്ന വ്യക്തിയുടെ പേരാണ് സുഹൃത്ത്. അതുകൊണ്ട് എല്ലാവരും അറിയേണ്ട ഒരു സത്യം, കർത്താവാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്. കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. അങ്ങനെ പറഞ്ഞ ഒരു സുഹൃത്തിൻ്റെ പേര് നമുക്കില്ല, ഭൂമിയിൽ മറ്റാരുമില്ല. യേശു ആ വാക്ക് പറഞ്ഞു. വേറെ ആർക്കും അത് പറയാനും കഴിയില്ല. നമ്മുടെ ജീവിത അവസാനം വരെയും നമ്മുടെ ഒപ്പത്തിനൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞ വേറെ ആരുമില്ല. അബ്രഹാമിനെ ദൈവം കൂടെ നടന്ന് ഉറപ്പിച്ച് അവനൊരു അനുഗ്രഹമായിട്ട് മാറ്റി. അവൻ ഇറങ്ങിയ കാലത്ത് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നിന്നിൽ ഭൂമിയിലുള്ള സകല രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലുള്ള സകല രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അതായത് അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. അബ്രഹാമിനൊരൊറ്റ സ്നേഹിതനെ ഉണ്ടായിരുന്നുള്ളൂ, അത് ദൈവമായിരുന്നു. ബാക്കിയുള്ള സ്നേഹിതന്മാരെല്ലാം താൽക്കാലികമായിരുന്നു. താൽക്കാലിക സ്നേഹിതന്മാർ വേണം. എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, എല്ലാ മതങ്ങളിലുള്ള സുഹൃത്തുക്കളുണ്ട്. എന്നാൽ അതൊരു താൽക്കാലികമായ ബന്ധങ്ങളാണ്. ഒത്തിരി സുഹൃത്തുക്കൾ എനിക്കുണ്ട്, എല്ലാം താൽക്കാലിക ബന്ധങ്ങൾ. എന്നാൽ ആത്മീയ ഗോളത്തിൽ ചില സുഹൃത്തുക്കളുണ്ട്, അവരെന്നെ ആത്മീകമായിട്ട് വളർത്തിയെടുക്കുന്നവരാണ്. എന്നേക്കാൾ ആത്മീകരും എന്നേക്കാൾ വിശ്വാസവീരരുമായ കുറച്ച് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരെന്നെ എപ്പോഴും ആത്മീയ തലങ്ങളിലേക്ക് കയറ്റും. എങ്കിലും അവർക്ക് പരിമിതിയുണ്ട്. അവർക്ക് അവരുടേതായ മിനിസ്ട്രിയും കുടുംബവും ഉള്ളതുകൊണ്ട് എപ്പോഴും എൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം എനിക്ക് 24 മണിക്കൂർ ഉള്ളതുപോലെ അവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് അവരുടെ ജോലികൾ ചെയ്ത് തീർക്കണം. എന്നാൽ കർത്താവ് ഒരു ഉറപ്പ് പറഞ്ഞു, എത്ര നല്ല മനുഷ്യരാണെങ്കിലും ഒപ്പം കൂടെ നിൽക്കാൻ ഉണ്ടാകണമെന്നില്ല. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങളിലും അത്യാവശ്യങ്ങളിലുമാണ്. എന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. യേശുവിനെ നല്ലൊരു സ്നേഹിതനായി കൂടെ കൂട്ടാമെങ്കിൽ പോകുന്നിടത്തെല്ലാം നമ്മൾ ജയാളികളും അനുഗ്രഹിക്കപ്പെട്ടവരുമായി അബ്രഹാമിനെ പോലെ പേര് വലുതാക്കപ്പെട്ടവരായി മാറും. കർത്താവിൽ ആശ്രയിക്കാം, യേശുവിനെ ചേർന്ന് പാടി നമുക്ക് ആരാധിക്കാം. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ
അസ്ഥി സൈന്യമായി നിവർന്നിടും മഹത്വം ദേശത്തിൽ വിളങ്ങിടും പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ അസ്ഥി സൈന്യമായി നിവർന്നിടും മഹത്വം ദേശത്തിൽ വിളങ്ങിടും അസ്ഥി സൈന്യമായി നിവർന്നിടും മഹത്വം ദേശത്തിൽ വിളങ്ങിടും പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ പാപനുകത്തിൻ തോൽവിയേറ്റ പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ പാപനുകത്തിൻ തോൽവിയേറ്റ നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം 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 അപ്പാ പിതാവേ അപ്പാ പിതാവേ അപ്പാ പിതാവേ അപ്പാ പിതാവേ യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം നീങ്ങുന്നില്ല. അതിനകത്തുനിന്ന് ചില കാര്യങ്ങൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു അവരോട് പറയുകയാണ്, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവ് വരും, പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ ഞാൻ പോകണം. അപ്പോൾ യേശു ഇവരെ ധൈര്യപ്പെടുത്തുന്നതാണ്, എന്നേക്കാൾ പ്രിയപ്പെട്ട ഒരു ബന്ധം, എന്നെക്കുറിച്ച് കൂടുതൽ പഠിപ്പിക്കുന്ന ഒരു ബന്ധം നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നു. അത് പരിശുദ്ധാത്മാവാണ്. എന്നാൽ കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല. 16 മുതൽ വായിക്കുമ്പോൾ, കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെ കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ, കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെ കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും എന്നും പിതാവിൻ്റെ അടുക്കൽ പോകുന്നു എന്നും അവൻ നമ്മളോട് ഈ പറയുന്നത് എന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. യേശു അത് 3.5 വർഷം പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലായില്ല. യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്ത് പോകുന്നതും തിരിച്ചു വരുന്നതും പിന്നെ ലോകാവസാനത്തോളം എല്ലാ നാളും ഇവരുടെ കൂടെ ഉള്ളതും പരിശുദ്ധാത്മാവ് വരാത്തത് കൊണ്ട് ഇതൊന്നും ഉൾക്കൊള്ളാനുള്ള ശേഷി അവർക്കില്ലായിരുന്നു. സാധുക്കളായ മീൻപിടുത്തക്കാരും സമൂഹത്തിലെ ഏറ്റവും വില കുറഞ്ഞവരുമായ ആൾക്കാരെ യേശു തിരഞ്ഞെടുത്തു. എന്തിനാണ്? ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ, ഈ ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. എല്ലാമുള്ളവരെ ഒന്നുമില്ലായ്മയാക്കുവാൻ കുലഹീനവും നികൃഷ്ടവുമായതിനെ തിരഞ്ഞെടുത്തു. എന്തിനാ? ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കാൻ. യേശുവിൻ്റെ തെരഞ്ഞെടുപ്പ് കണ്ടോ?
സമൂഹത്തിലേറ്റവും തള്ളപ്പെട്ടതിനെ, പരാജയപ്പെട്ടതിനെ എടുത്തിട്ട് ലോകത്തിലേറ്റവും ശക്തിയുള്ള അത്ഭുതമാക്കി, വെളിച്ചമാക്കി, ഉപ്പാക്കി മാറ്റിയ കർത്താവിൻ്റെ കരമാണ് നമ്മോട് കൂടെയുള്ളത്. അതുകൊണ്ട് നമുക്കൊരിക്കലും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മെ കർത്താവ് വിളിച്ച് വേർതിരിച്ചതാണെങ്കിൽ നമുക്ക് സംഭവിച്ചതിനെയെല്ലാം കർത്താവ് നന്മയാക്കി മാറ്റും. അതിന് നമ്മൾ ആമേൻ പറഞ്ഞാൽ മതി. ജീസസ് എവരിഡേയിലൂടെ നിങ്ങളെ കർത്താവ് കരുത്തുള്ളവരാക്കുകയാണ്. നിങ്ങൾക്ക് ഇനി പരാജയപ്പെടാൻ കഴിയില്ല. പരാജയത്തെ നിങ്ങൾ പരാജയപ്പെടുത്തും. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിലുള്ളതായതുകൊണ്ട് നിങ്ങൾക്കിനി പരാജയപ്പെടാൻ സാധ്യമല്ല. നിങ്ങളുടെ കഴിവുകൊണ്ടല്ല വിജയിക്കുന്നത്. കർത്താവ് നിങ്ങൾക്ക് വിജയം എന്ന ഒരു ജീവിതം തന്നിരിക്കുകയാണ്. എന്നാൽ അനർത്ഥങ്ങൾ അസംഖ്യമുണ്ടാകും. അവയെല്ലാറ്റിൽ നിന്ന് പുറത്തു വരും. ആർക്കുമില്ലാത്ത സങ്കടങ്ങളും വിമർശനങ്ങളും എതിർപ്പുകളും സമ്മർദ്ദങ്ങളും എല്ലാം ഉണ്ടാകും. ഒപ്പത്തിനൊപ്പം നിന്നവരൊക്കെ നമ്മളെ വിട്ട് മാറിയെന്നിരിക്കും. കൂട്ടാളി വിട്ടു പോയെന്നിരിക്കും. ഒത്തിരി ഒത്തിരി പ്രതിബന്ധങ്ങളൊക്കെ നമുക്കുണ്ടാകും. എന്നാൽ ഈ ലോകത്തെ നമ്മിലൂടെ തന്നെ കർത്താവ് കാണിച്ചു കൊടുക്കും. ഒന്നുമില്ലെങ്കിലും എല്ലാമുള്ളവരെ പോലെ ജീവിക്കുന്ന ഒരു ജനറേഷൻ എന്ന് കർത്താവ് വെളിപ്പെടുത്തും. ധൈര്യപ്പെടുക, കർത്താവിൻ്റെ കൃപയിൽ ശക്തിപ്പെടുക. കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണില്ല, എന്നാൽ കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. 19-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ, അവർ തന്നോട് ചോദിപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിഞ്ഞ് യേശു അവരോട് പറഞ്ഞത്, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെ കുറഞ്ഞൊന്ന് കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണും എന്ന് പറകയാൽ നിങ്ങൾ തമ്മിൽ ചോദിക്കുന്നുവോ? ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. ഞാൻ മരിക്കുമ്പോൾ, ഞാൻ പിടിക്കപ്പെടുമ്പോൾ, ഞാൻ അടിക്കപ്പെടുമ്പോൾ, ഞാൻ മുൾക്കിരീടധാരിയായി യെരൂശലേമിൻ്റെ തെരുവീതിയിലൂടെ കുരിശു ചുമന്ന് പോകുമ്പോൾ നിങ്ങൾ കരഞ്ഞ് 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 വിലപിക്കും. ലോകം സന്തോഷിക്കും. മഹാപുരോഹിതന്മാർ സന്തോഷിക്കും, ശാസ്ത്രിമാർ സന്തോഷിക്കും. അവരെല്ലാം ചേർത്തുകൊണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞ പേരാണ് ലോകം. എന്നാൽ നിങ്ങൾ ലോകക്കാരല്ല, നിങ്ങളെ ലോകത്തിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തു. പള്ളിയിലെ ഏറ്റവും വലിയ പ്രമാണികളെയും ആ കാലഘട്ടത്തിലുള്ള എല്ലാ ആത്മീക ശ്രേഷ്ഠന്മാരെ ചേർത്ത് യേശു വിളിച്ച പേരാണ് ലോകം. ലോകം സന്തോഷിക്കും. യൂദ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ സമ്മതിച്ചപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും വളരെയധികം സന്തോഷിച്ചു. അവനെ പണം എണ്ണിക്കൊടുത്തു. വലിയ സന്തോഷമായി. യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതവരായിരുന്നു. ലോകമോ സന്തോഷിക്കും. അപ്പോൾ പള്ളിപ്രമാണി ആയതുകൊണ്ട് കാര്യമായില്ല, പള്ളിയിൽ ഏറ്റവും മഹാനായ മനുഷ്യനായതുകൊണ്ട് കാര്യമായില്ല, എല്ലാവരും ആദരിക്കുന്നവരായതുകൊണ്ട് കാര്യമായില്ല. യേശുവുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ടോ അതാണ് നിന്നെ ശരിയായ ഒരു വിശ്വാസിയാക്കുന്നത്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അപ്പോൾ ലോകം സന്തോഷിക്കും, നിങ്ങൾ ദുഃഖിച്ച് കരയും. എന്നാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവരുടെ സന്തോഷം നിലനിൽക്കില്ല ലോകത്തിന്. നിങ്ങളുടെ പ്രത്യേകത അവിടെ പറയുകയാണ്, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും, നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. നിങ്ങൾ കരയും, നിങ്ങൾ വിലപിക്കും, നിങ്ങൾക്ക് വലിയ വേദന ഉണ്ടാകും, നിങ്ങൾക്ക് വലിയ നഷ്ടം തോന്നും, ഇറങ്ങിത്തിരിച്ചത് വെറുതെയാണെന്ന് തോന്നും, പിന്മാറ്റത്തിലേക്ക് പോകും, നിങ്ങൾക്ക് ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാകും, നിങ്ങളുടെ പ്രത്യാശ മുഴുവനും ചോർന്നതുപോലെ തോന്നും. എന്നാൽ നിങ്ങൾ സന്തോഷിക്കും. നിങ്ങൾ എവിടെ നിരാശപ്പെട്ടോ, എവിടെ തകർന്നുവോ, എവിടെ വിലപിച്ചുവോ, അവിടെ നിങ്ങൾ വളരെ 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 സന്തോഷിക്കുന്ന ഒരു സീസൺ വരും. ഇന്ന് നിങ്ങൾക്ക് ദുഃഖമുണ്ട്, എന്നാൽ ആർക്കുമില്ലാത്തൊരു മഹാസന്തോഷത്തിലേക്ക് നിങ്ങൾ വരും.
കാരണം എൻ്റെ ജനനം പോലും സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. ക്രിസ്മസ് ലോകം മുഴുവൻ യേശുവിൻ്റെ ജനനത്തെ ആഘോഷിക്കുമ്പോൾ യൂറോപ്പിലൊക്കെ യേശുവിൻ്റെ ജനനത്തെ അല്ല അവർ ആഘോഷിക്കുന്നത്, സാന്താക്ലോസ്. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ക്ലോസ് ആയിപ്പോയി. അപ്പോൾ ഒരു അപ്പൂപ്പൻ മഞ്ഞുകാലത്ത് വന്ന് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കും. അതാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം. അതിനേക്കാൾ എത്രയോ വലിയ അനുഗ്രഹം സ്വർഗം മുഴുവനും നമുക്ക് ലഭിക്കുന്നതാണ് യേശു. യേശുവിനേക്കാൾ വലുതായിട്ട് സാന്താക്ലോസിനെ കണ്ട യൂറോപ്യൻ ക്രിസ്ത്യാനികളുടെ ഗതികേട് എത്ര ഭയങ്കരമാണ്. അവിടെയെല്ലാം ഭയങ്കര ലൈറ്റിങ്ങും അറേഞ്ച്മെൻറ്റ്സും നമ്മളെല്ലാം കണ്ടാൽ ഞെട്ടിപ്പോവും. യൂറോപ്പിലൊക്കെ ക്രിസ്മസ് അലങ്കാരങ്ങൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അവർക്കറിയില്ല യേശു വന്നതാണ് ഈ ആഘോഷങ്ങൾക്ക് കാരണമെന്ന്. എന്നാൽ നമുക്കൊരു സത്യം അറിയാം, യേശു, നമുക്കൊരു ശിശു ജനിച്ചു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. യെശയ്യാവ് 11 നിങ്ങൾ വായിക്കണം. ഗവൺമെൻറ് അവൻ്റെ തോളിലിരിക്കുമെന്ന്. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രിയാണ്, വെറും മന്ത്രിയല്ല. 5 വർഷം കഴിയുമ്പോൾ ഇറങ്ങിപ്പോകുന്ന മന്ത്രിയല്ല, അവൻ അത്ഭുത മന്ത്രിയാണ്. ദൈവത്തിൻ്റെ അരികിൽ മന്ത്രിയായിരുന്നവനാണ്. പിതാവിൻ്റെ ഏകജാതനാണ്. ആ യേശുവിൻ്റെ ജനനം ദൂതന്മാർ ആട്ടിടയന്മാരോട് പറഞ്ഞു, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള സന്തോഷമെന്നല്ല, മഹാസന്തോഷം. ഈ ലോകത്തിലുള്ളതെല്ലാം സന്തോഷമാണ്. ഒരു വീട് വെച്ചു, സന്തോഷം. ലോൺ അടക്കുമ്പോൾ സങ്കടം, കറണ്ട് ബില്ലടക്കുമ്പോൾ സങ്കടം, ലോൺ ഒരു ദിവസം വൈകി ബാങ്കിൽ നിന്ന് വിളിക്കുമ്പോൾ സങ്കടം, വണ്ടി വാങ്ങിച്ചു സന്തോഷം, ലോൺ അടക്കുമ്പോൾ, പെട്രോൾ അടിക്കുമ്പോൾ, വണ്ടി പഞ്ചറാകുമ്പോൾ, വണ്ടി എവിടെയെങ്കിലും തട്ടുമ്പോൾ സങ്കടം. ഈ ലോകത്തിലുള്ള എല്ലാ സന്തോഷത്തിലും വലിയ സങ്കടങ്ങളുണ്ട്. എന്നാൽ മഹാസന്തോഷം, അതായത് ഈ ലോകത്തിൽ എന്തെല്ലാം പോയെന്ന് പറഞ്ഞാലും പോകാത്ത ഒരു സന്തോഷം, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഉള്ളിൽ തന്നു. അതിൻ്റെ പേരാണ് രക്ഷയുടെ സന്തോഷം. ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. രക്ഷയുടെ സന്തോഷം. രക്ഷിക്കപ്പെട്ട പലർക്കും ആ രക്ഷയുടെ സന്തോഷം പോയി. ഇറങ്ങിയ കാലത്ത് കർത്താവ് മാത്രം മതിയെന്ന് പറഞ്ഞ് വളരെ തീഷ്ണതയോടെ ദൈവത്തിന് വേണ്ടി നിന്നു. ജീവിതത്തിൽ ദൈവം കുടുംബജീവിതം തന്നു, വീട് തന്നു, ജോലി തന്നു, പല കാര്യങ്ങളും സെറ്റിലായി. ഇപ്പോൾ ആ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്ന ഒരു കുറ്റം നിങ്ങളെക്കുറിച്ച് പറയാനുണ്ട് എന്ന് യേശു പറയുകയാണ്. അപ്പോൾ ഈ സന്തോഷം നമ്മിൽ നിന്ന് ആർക്കും എടുത്തു കളയാൻ കഴിയാത്തതാണ്. നമ്മൾ വിലപിക്കും, പല കാര്യത്തിലും നമുക്ക് വിലപിക്കേണ്ടി വരും. എന്നാൽ നമ്മുടെ വിലാപങ്ങളെ ദൈവം നൃത്തമാക്കും. നിങ്ങളുടെ കരച്ചിൽ സന്തോഷമാകും, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. യേശു ഉറപ്പ് പറഞ്ഞു. യേശു നിമിത്തം അപ്പനോ അമ്മയോ വീടോ ധനങ്ങളോ വസ്തുവകകളോ എന്ത് നഷ്ടപ്പെട്ടാലും ഈ ലോകത്തിൽ തന്നെ 100 മടങ്ങും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനും പ്രാപിക്കാത്ത ആരുമില്ലെന്ന്. അതായത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിന്റെ സന്തോഷത്തെ പൂർണ്ണമാക്കിയിട്ടേ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നുള്ളൂ. അതുകൊണ്ട് സ്വർഗത്തിൽ ചെന്നുള്ളൊരു സന്തോഷത്തെക്കാൾ ഈ ഭൂമിയിൽ മറ്റുള്ള എല്ലാവരെക്കാളും നമുക്ക് സന്തോഷം തരാൻ യേശു വന്നു. അതായത് സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം അത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആട്ടിടയന്മാരോട് ഈ ദൂതന്മാർ വീണകൾ മീട്ടിക്കൊണ്ട് ഒരു വലിയ കൊയർ ടീം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പാടുകയാണ്. അങ്ങനെ ഒരു ശിശു ജനിച്ചിട്ടുണ്ട്, അടയാളം പറഞ്ഞു കൊടുത്തു. ശീല കൊണ്ട് പൊതിയപ്പെട്ടവനായി
പശുത്തൊട്ടി കിടപ്പുണ്ട്. ഇത് തമ്മിൽ എങ്ങനെ ഒക്കും? സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള സന്തോഷം ഒരു സന്തോഷത്തിൻ്റെ രൂപത്തിലല്ല കിടക്കുന്നത്. ജനിക്കാനിടമില്ലാതെ ഒരു പശുത്തൊട്ടിയിൽ പിറക്കാൻ ഇടമില്ലാത്തവനായി ഒരു പശുത്തൊട്ടിയിൽ കിടക്കും. എത്ര ദുഃഖകരമായ ഒരു കാര്യമാണ്. അതായത് അവൻ്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടതിന് നമ്മൾ നിമിത്തം അവൻ ദരിദ്രനായി, നമ്മൾ സമ്പന്നരാകാൻ അവൻ ദരിദ്രനായി, നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ അവൻ ശാപമുള്ളവനായി മാറി, നമ്മൾ സൗഖ്യമാകാൻ അവൻ അടികളേറ്റു, നമ്മൾ തല ഉയർത്തി നടക്കേണ്ടതിന് അവൻ തല താഴ്ത്തി നിന്നു. രോമം കത്തിരിക്കുന്നവരുടെ നടുവിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിൽക്കുവാൻ കാരണം നമ്മൾക്ക് പാടാനും വാ തുറന്ന് പറയാനും ആയിരക്കണക്കിന് കാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. കാരണം നമുക്ക് ന്യായം കിട്ടുവാൻ യേശുവിന് തൻ്റെ താഴ്ചയിൽ ന്യായം കിട്ടാതെ പോയി. കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണാത്തത്, എന്നെ അവർ ക്രൂശിക്കും. എന്നാൽ അതിനുശേഷം ഇനിയും കഥ തുടരും. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും മരണം കൊണ്ട് എല്ലാം അവസാനിച്ചു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയല്ല. യേശു പഠിപ്പിക്കുകയാണ്, എന്നെക്കുറിച്ച് നിങ്ങൾ കരഞ്ഞാൽ എന്നെക്കുറിച്ച് തന്നെ നിങ്ങൾ കൂടുതൽ സന്തോഷിക്കും. ഈ ഭൂമിയിൽ വന്ന എല്ലാവരിലും ഒരാളല്ല ഞാൻ. സാക്ഷാൽ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഞാൻ സാക്ഷാൽ ജീവനാണ്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതാണ് ഏറ്റവും വലിയ സന്തോഷം, ഉയർപ്പ്. യേശുവിൻ്റെ ജനനം ധ്യാനിക്കുന്ന ഈ സീസണിൽ അറിയണം, യേശു വന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷം തരാനാണ്. ഈ സന്തോഷത്തിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. ആരെങ്കിലും യേശുവുമായി അടുത്ത ബന്ധമില്ലെങ്കിൽ കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണേ, എൻ്റെ ജീവിതത്തെ അങ്ങ് മുഴുവൻ ഏറ്റെടുക്കണേ, അങ്ങ് ഞാൻ എൻ്റെ കർത്താവായി സ്വീകരിക്കുന്നു എന്നൊരൊറ്റ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതം അടിമുടി മാറി ഒരു പുതിയ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും പ്രവേശിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ഇത് കേട്ട ഓരോ കുടുംബങ്ങളിലും അത്ഭുതങ്ങൾ നടക്കട്ടെ. എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ ജീസസ് എവരി ഡേ എന്ന പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ജോലിയിലേക്ക്, അടുക്കളയിലേക്ക്, മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. അവർ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലും ആ ദുഃഖങ്ങളെല്ലാം ആഘോഷമായി, നൃത്തമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വചനം അങ്ങനെ പറയുന്നത് കൊണ്ട് അതങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മക്കൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ കടമ്പകളും ചാടിക്കടക്കുവാൻ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും എന്ന് പറഞ്ഞ് എല്ലാവരും ജീവിതത്തെ യേശു നിമിത്തം, വചന നിമിത്തം നേരിടാൻ ശേഷിയുള്ളവരാകട്ടെ, കൃപയുള്ളവരാകട്ടെ, സൗഖ്യമുള്ളവരാകട്ടെ, മാനസിക ബലമുള്ളവരാകട്ടെ, ആരോഗ്യമുള്ളവരാകട്ടെ. എല്ലാ മാറാവ്യാധികളും ഈ ശരീരങ്ങൾ വിട്ട് പുറത്തു പോകട്ടെ. ഡോക്ടർമാർ പറഞ്ഞ പരിമിതികളെല്ലാം പൊളിഞ്ഞു മാറി ദീർഘായുസ്സുള്ളവരാകട്ടെ. ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. എല്ലാ ശ്വാസ തടസ്സങ്ങളും വിട്ടുമാറട്ടെ. അലർജികൾ വിട്ടുമാറട്ടെ. സാമ്പത്തിക വഴികൾ ഇനിയും തുറന്നു വരട്ടെ. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നവരാകട്ടെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ സീസണാണല്ലോ, ഏറ്റവും നല്ല വിജയം അവരുടെ പരീക്ഷകളിലുണ്ടാകട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. ഇന്ന് നമുക്ക് സഭയിൽ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10:30 മുതൽ ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. വരിക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാളെ ഇതേ സമയത്ത് ഈ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കെടുക്കാം. ഗോഡ് ബ്ലെസ് യു.